നമുക്ക് വീണ്ടും തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം. വിജിൻ വായാന്തോട് തുടരുന്നുണ്ട്. വിജിൻ, വി രാജേഷിന്റെയും ഒപ്പം ശ്രീലേഖയുടെയും പേരുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഇവിടെ വി രാജേഷിന് മുൻതൂക്കം എന്നറിയുന്നു. വി രാജേഷിനെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നതെങ്കിൽ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർപ്പുയരാൻ നിലവിൽ ഒരു സാധ്യതയുണ്ടോ? നിലവിൽ എന്തായാലും അത്തരത്തിലുള്ള എതിർപ്പ് ഉണ്ടാവുമെങ്കിലും പക്ഷേ അതൊക്കെ മറികടന്ന് വി രാജേഷിന്റെ പേരിലേക്ക് തന്നെ പോകാനുള്ള സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 സീറ്റാണ് നിലവിൽ ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സീറ്റിൽ പ്രതിപക്ഷത്തുള്ളത് വലിയ തരത്തിലുള്ള CPMലെ നേതാക്കളാണ്. പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കൾ ഉൾപ്പെടെ SP ദേവക്കുണ്ട്, ഒപ്പം തന്നെ ശിവജിയുണ്ട്. അങ്ങനെയുള്ള നേതാക്കളാണ് നിലവിൽ ജയിച്ചു വന്നിട്ടുള്ളത്. പ്രതിപക്ഷം കുറച്ചുകൂടി ശക്തമായിരിക്കും, പ്രതിപക്ഷ നിരയിലെ ആളുകൾ കുറച്ചുകൂടി ശക്തമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ അത് കുറച്ചുകൂടി പാരമ്പര്യമുള്ള, കുറച്ചുകൂടി കൌൺസിലൊക്കെ ഇടപെട്ട് അനുഭവ സമ്പത്തുള്ള ആളെ തന്നെ പരിഗണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ BJP എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഡെപ്യൂട്ടി മേയറുടെ കാര്യത്തിലാണ്. ഡെപ്യൂട്ടി മേയർ R ശ്രീലേഖ ആവുകയാണെങ്കിൽ R ശ്രീലേഖ ആയിരിക്കും ഡെപ്യൂട്ടി മേയറായി വരിക. അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രത്യേക താല്പര്യങ്ങൾ ഒക്കെ ഉപയോഗിച്ച് അവരെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നതും പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. എന്തായാലും ഡെപ്യൂട്ടി മേയറും ആവുന്നില്ല എന്ന് R ശ്രീലേഖ തീരുമാനിക്കുകയാണെങ്കിൽ ആശാനാഥിന്റെ പേരിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കരിമത്തെ കൌൺസിലറാണ് നിലവിൽ ആശാനാഥ്. അവരുടെ പേരിലേക്കാണ് 3 ടൈമായി കൌൺസിലറായി തുടരുന്നതാണ്. ആ പേരിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ വി രാജേഷിനും ഒപ്പം തന്നെ R ശ്രീലേഖയ്ക്കും പുറമെ MR ഗോപന്റെയും ആശാനാഥിന്റെയും ഒക്കെ പേര് കൂടി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇത്തവണ വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വനിതയ്ക്ക് മാത്രമേ വരാൻ കഴിയൂ. മേയർ സ്ഥാനത്തേക്ക് ജനറൽ വിഭാഗമായതുകൊണ്ട് തന്നെ വനിതയ്ക്കോ പുരുഷനോ മേയറായി വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇന്ന് ഒക്കെയായി എടുക്കുന്ന തീരുമാനം ആയിരിക്കും നിർണായകമാവുക. നിലവിലെ ആശയവിനിമയം ഒക്കെ നടത്തിയ സാഹചര്യത്തിൽ വി രാജേഷിന്റെ പേരിലേക്കാണ് വരുന്നത്. സുരേഷ് ഉൾപ്പെടെയുള്ളവർ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു തീരുമാനത്തിലേക്ക് പോകണമെന്ന് അഭിപ്രായം പറയുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. പക്ഷേ നിലവിൽ എന്തായാലും അനുഭവ സമ്പത്തിന്റെ കൂടി കരുത്തിൽ ഈ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ഭരണപരമായ ഇടപെടലുകൾ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതൊരു അനുഭവ സമ്പത്തുള്ള മുൻ ജില്ലാ പ്രസിഡന്റും കൌൺസിലറും ഒക്കെ ആയിരുന്ന വി രാജേഷിന്റെ പേരിലേക്ക് മേയർ എന്നുള്ള പേരിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലവിൽ എന്തായാലും കാണുന്നത്. ദിവ്യ, ശരി. അതോടൊപ്പം വിജിൻ, കോർപ്പറേഷൻ പിടിച്ചത് ദേശീയ തലത്തിൽ തന്നെ BJP വലിയ സംഭവമായി കൊട്ടിഘോഷിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മറ്റ് കേന്ദ്ര നേതാക്കളൊക്കെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു നമ്മൾ കാണുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ കോർപ്പറേഷനിലെ BJP ഭരണത്തെ എത്ര ആശങ്കയോടുകൂടിയാണ് UDFും LDFും ഒക്കെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത്? വലിയ തിരിച്ചടി, അപ്രതീക്ഷിതമായ തിരിച്ചടി എന്നുള്ളത് തന്നെയാണ് LDF നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ചില നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പോരായ്മകൾ ഒക്കെയാണ് തോൽവിയിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കാണാനും മേയർക്കെതിരായ ശക്തമായ വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഘട്ടത്തിൽ അത് പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നേമവും ഒപ്പം വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒപ്പം കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPM ശക്തി കേന്ദ്രങ്ങളിലേക്ക് UDFും BJPയും ഒരുപോലെ കടന്നുകയറിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തടയാനുള്ള തീവ്രമായ നീക്കമായിരിക്കും എന്തായാലും LDFന്റെയും UDFന്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നിയമം തന്നെയാണ്. നിയമത്തെ സ്ഥാനാർത്ഥിത്വം നിലവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആര് സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കെ മുരളീധരനും ഒപ്പം തന്നെ V ശിവൻകുട്ടിയും ഒക്കെ മത്സരിച്ച ഘട്ടത്തിലാണ് BJPക്ക് നിലവിലുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞത്. അതിന്റെ ക്രെഡിറ്റ് രണ്ടുപേർക്കും അവകാശപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ ഏതൊക്കെ തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വരുമെന്നാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂർ മുമ്പ് V ശിവൻകുട്ടി തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ അക്കാര്യം ചോദിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ നിയമം വിട്ടുപോകാതിരിക്കാൻ V ശിവൻകുട്ടി തന്നെ കളത്തിൽ ഇറങ്ങുമോ എന്ന കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ എന്തായാലും വിജയിക്കില്ല. ആ പൂട്ടിച്ച അക്കൗണ്ട് അതുപോലെ തന്നെ പൂട്ടി തന്നെ തുടരും എന്നുള്ള കാര്യമാണ് V ശിവൻകുട്ടി വ്യക്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 4 മാസമേ അവശേഷിക്കുന്നുള്ളൂ. അതിനിടയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൂടി ബാധിക്കുമോ, പ്രതിഫലനം ഉണ്ടാക്കുമോ എന്ന ആശങ്ക LDFനും UDFനും ഉണ്ട്. അത് തടയാനുള്ള മാർഗങ്ങൾ കൂടി അവർ പരിശോധിക്കുമെന്നതിൽ സംശയമില്ല. വിവരങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്.